بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد الحمد لله ഇഹ്യാ ഉലൂമുദ്ദീനിലെ എല്ലാ ആഴ്ചയിലും നമ്മൾ വെള്ളിയാഴ്ചകളിൽ നടത്താറുള്ള ലൈവ് സെഷൻ അതിന്റെ തുടർച്ചയാണ് ഹാപ്പി സോൺ. അതിന്റെ വിവിധ സംരംഭങ്ങളിൽ ഒന്നാണ് വൈജ്ഞാനിക വിജ്ഞാന പ്രചരണം. അതിന്റെ ഭാഗമായി നമ്മൾ ഉപയോഗപ്പെടുത്താറുള്ള സെഷനാണിത്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരാൻ ഞാൻ സ്ക്രീനിൽ കിതാബ് നൽകാം. ഇതിന്റെ മറ്റു ഭാഗങ്ങള് കഴിഞ്ഞ റെക്കോർഡിൽ വന്നിട്ടുണ്ട്. ബയാനു ഖബൂലിൽ അഖ്ലാഖി ലിത്തഗീരി ബിത്വരീഖി റിയാദത്തി. നമ്മളെ സ്വഭാവം പരിശീലനത്തിലൂടെ മാറ്റം വരുത്താൻ കഴിയും എന്ന് വിശദീകരിക്കുകയാണ്. ബയാൻ ഖബൂൽ അഖ്ലാഖി ലിത്തഗീർ, സ്വഭാവങ്ങൾ മാറ്റം വരുത്തലിനെ സ്വീകരിക്കും. ബിത്വരീഖി റിയാദ, പരിശീലനത്തിന്റെ വഴിയിലും. ഏലം നീ മനസ്സിലാക്കേണ്ടത് അന്ന ബഅദ മൻ ഗലബത് അൽ ബതാലത്തു അലൈഹി ഇസ്തസ്ഖലൽ മുജാഹദത്തു വറിയാദത്തു. ചില ആൾക്കാർക്ക് അവരുടെ ചില സ്വാധീനം അത് ഭയങ്കര കൂടുതലുള്ള ആൾക്കാർക്ക് ഇസ്തസ്ഖലൽ മുജാഹദത്തു റിയാദത്തു, അവർക്ക് ഈ അധ്വാനവും പരിശീലനവും ഒക്കെ വലിയ ഭാരമായി. വല്ലിസ്തിഗാലു ബിതസ്കിയത്തിൻ നഫ്സി, ആത്മസംസ്കരണത്തിന് വേണ്ടിയുള്ള അധ്വാനം. തഹദീബിൽ അഖ്ലാഖ്, സ്വഭാവ സംസ്കരണത്തിന് വേണ്ടിയുള്ള പരിശ്രമം. ഫലം തസ്മഹ് നഫ്സുഹു ബിഅൻ യകൂന ദാലിക ലിഖുസൂരിഹി വനഖ്സിഹി വഖബസി ദഖലതിഹി. ഫലം തസ്മഹ് നഫ്സുഹു, അയാളുടെ ശരീരം അയാൾക്ക് അനുവദിക്കുകയില്ല. ബിഅൻ യകൂന ദാലിക ലിഖുസൂരിഹി, അത് ഒരു ന്യൂനതയാണത്. വനഖ്സിഹി, അതൊരു പോരായ്മയാണ്. വഖബസി ദഖലതിഹി, അയാളുടെ ഉള്ളു മോശമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യാത്തത്. ചിലർക്ക് അയാളുടെ സ്വാധീനവും അയാളുടെ പ്രശസ്തിയും അയാളുടെ ആ സ്ഥൈര്യവും അതൊക്കെ കൂടുമ്പോഴേക്ക് പിന്നെ മാറാൻ കഴിയില്ല എന്നത് അതൊരു മോശമാണ്. എത്ര വലിയ ആളായാലും മാറാൻ കഴിയണം. ഫസഅമ അന്നൽ അഖ്ലാഖ വസുഇമ അന്നൽ അഖ്ലാഖ ലാ യതസവ്വറു തഗ്യീറുഹ. ഈ ഒരു സാഹചര്യത്തില് ചില വാദഗതികളൊക്കെ കാണാം. എന്ത് അന്നൽ അഖ്ലാഖ ലാ യതസവ്വറു തഗ്യീറുഹ, അത് മാറ്റം വരുത്തുക എന്നുള്ളത് അസാധ്യമാണ്, അങ്ങനെ സംഭവിക്കാനേ പറ്റില്ല, അങ്ങനെ സങ്കല്പിക്കാനേ പറ്റില്ല എന്ന് അത്തരം ആൾക്കാര് പറയും. ഫഇന്ന തുബാഅ ലാ തതഗയ്യർ, പ്രകൃതി മാറ്റാൻ പറ്റൂല എന്ന് പറയും. അങ്ങനെ സ്വഭാവം അങ്ങനെ മാറ്റാൻ കഴിയോ? അത് പ്രകൃതിയാ ഉള്ളതല്ലേ, ജന്മനാ ഉള്ളതല്ലേ, മാറ്റാൻ കഴിയില്ല എന്ന് ഇത്തരം ആൾക്കാർ പറയും. വസ്തുദില്ല ഫീഹി ബി അംറൈൻ, എന്നിട്ട് അവര് തെളിവും പിടിക്കോ പറയുന്ന ആൾക്കാർ. രണ്ട് കാര്യങ്ങൾ. അഹദുഹുമാ അന്നൽ ഖുലുഖ ഹുവ സൂറത്തുൽ ബാത്തിനി, സ്വഭാവം എന്ന് പറഞ്ഞാൽ അതൊരു ആന്തരിക രൂപമാണ് മനുഷ്യന്റെ. കമാ അന്നൽ ഖൽഖ സൂറത്തുൽ ലാഹിരി, ഈ ലാഹിറിലുള്ള ഇത് പോലെ തന്നെ ഉള്ളിലുള്ള ഒരു സൂറത്താണ് സ്വഭാവം. അതങ്ങനെ മാറ്റാൻ കഴിയുന്നതൊന്നും അല്ല. ഫൽ ഖിൽഖത്തുൽ ലാഹിറത്തു ലാ യഖ്ദുറു ഐ അലാ തഗ്യീരിഹാ, ലാഹിറിലുള്ള ഒരാളുടെ സൃഷ്ടിപ്പ് മാറ്റാൻ പറ്റൂലല്ലോ. ഫൽ ഖസീറു
ലാ യഖ്ദുറു അൻ യുജഅല നഫ്സുഹു ത്വവീല, ഒരു നീളം കുറഞ്ഞ ഒരാളെ നീളം കൂട്ടാൻ പറ്റില്ലല്ലോ. വല ത്വവീലു യഖ്ദുറു അല അൻ യുജഅല നഫ്സുഹു ഖസീറ, ഒരു നീണ്ട ഒരാളെ ചെറുതാക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആൾക്കാർ അതിന് ന്യായം പറയും. വലൽ ഖബീഹു യഖ്ദുറു അലാ തഹ്സീനി സൂറത്തിഹി, അതുപോലെ മോശക്കാരന് അയാളുടെ അഭിരൂപിയായ ഒരാൾക്ക് അയാളെ ഭംഗിയുള്ള ആളാക്കാൻ പറ്റുമോ? വകദാലിക്കൽ ഖുബൂഹുൽ ബാത്തിനു യജ്രി ഹാദൽ മജ്റ, ഇതുപോലെയാണ് ഒരാളുടെ സ്വഭാവം. അത് ആന്തരിക രൂപമാണ്, ആന്തരികമായ ഒരു വൈരൂപ്യമാണ്, അതങ്ങനെ മാറ്റാനൊന്നും കഴിയില്ല എന്നവര് വാദിക്കും. രണ്ടാമത്തെ തെളിവാണ്, രണ്ടാമത്തെ വിശദീകരണമാണ് ഇപ്പറയുന്ന ആൾക്കാരുടെ വിശദീകരണമാണ്. ഫസാനിയ അന്നഹും ഖാലു ഹുസ്നുൽ ഖുലുഖി യഖ്മു ശഹ്വത വൽ ഗദബ, സൽസ്വഭാവം അത് വൈകാരികതയെയും ദേഷ്യത്തെയും ഒക്കെ പറിച്ചു കളയും. വഖദ് ജറബ്നാ ദാലിക ബിതൂലിൽ മുജാഹദത്തി, നമ്മളത് ദീർഘകാലത്തെ പരിശോധനയിൽ പരിശീലിച്ചതാണ്, അനുഭവിച്ചതാണ്. അറഫ്ന അന്ന ദാലിക മിൻ മുഖ്തദൽ മിസാജി വത്വബഇ, അത് നമുക്ക് മനസ്സിലായത് അത് അയാളുടെ അടിസ്ഥാനപരമായ എന്താണ് മിസാജിന്റെ ഭാഗമാണ്, അയാളുടെ അടിസ്ഥാന ഘടകങ്ങളുടെ ഭാഗമാണ്. ഒത്വബഇ, അയാളുടെ അടിസ്ഥാന പ്രകൃതിയുടെ ഭാഗമാണ്. ഫൈനഹു ഖത്തു ലാ യൻഖതിഉ അനിൽ ആദമി, അതുകൊണ്ട് മനുഷ്യനിൽ നിന്ന് അതൊന്നും പോകൂല, ഈ സ്വഭാവം അങ്ങനെ മാറ്റാനൊന്നും കഴിയില്ല. ഫസ്തിഗാലുഹു ബിഹി തദീഉ സമാനിൻ ബിഗൈരി ഫായിദത്തിൻ, അതിനുവേണ്ടി മെനക്കെടുക എന്നുള്ളത് സമയം നഷ്ടപ്പെടുത്തലാണ്. ഫൈനൽ മത്ലൂബ ഹുവ ഖത്ഉ ഇൽതിഫാത്തിൽ ഖൽബി ഇലൽ ഹുദൂദിൽ ആജിലത്തി, ഇവിടെ ശരിക്കും സ്വഭാവം മാറ്റണോ എന്ന് പറയുന്ന ആൾക്കാർ പറയുന്നത് ഖത്ഉ ഇൽതിഫാത്തിൽ ഖൽബി ഇലൽ ഹുദൂദിൽ ആജില, ദുനിയവിയായ വിഹിതങ്ങളിലേക്ക് മനസ്സിന്റെ എത്തിനോട്ടത്തെ കട്ട് ചെയ്യുകയാണ്. ദുനിയവിയായ ഒരു സംഗതിയും മനസ്സിലേക്ക് വരാതിരിക്കല. വദാലിക മുഹാലും വുജൂദു, അതൊക്കെ മുഹാലാണ് സംഭവിക്കാന്നുള്ളത്, അന്ന് നടക്കൂല എന്ന് രണ്ടാമത്തെ തെളിവ്. എന്നാൽ നമുക്കെന്താ പറയാനുള്ളത്? പറയാം, ലൗകാനത്തിൽ അഖ്ലാഖു ലാ തഖ്ബലു തഗ്യീറ, ഈ സ്വഭാവം മാറ്റാൻ പറ്റൂലായിരുന്നുവെങ്കിൽ ലബത്തലത്തിൽ വസായ വൽ മവാഇദു വതഅദീബാത്ത്, ഈ കണ്ട വസീയത്തുകളും ഉപദേശങ്ങളെല്ലാം, ഈ അദബ് പഠിപ്പിക്കലെല്ലാം അത് വെറുതെ ആയിരുന്നു, അങ്ങനെ സംഭവം ഉണ്ടാകൂലായിരുന്നു. അപ്പൊ ഉപദേശങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടായത്? മാറ്റാൻ പറ്റും എന്നതിന്റെ തെളിവാണ്. വലിമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്സിനു അഖ്ലാഖക്കും, നബിതങ്ങൾ എന്ന് പറഞ്ഞതാണ് സ്വഭാവം നിങ്ങൾ നന്നാക്കാൻ പിന്നെ കഴിയില്ല. പിന്നെ നീളം കുറവാക്കാണെന്ന് പറയും പോലെയാണെങ്കിൽ നീളം കുറക്കണം എന്ന് പറയില്ലല്ലോ, കാരണം നടക്കൂലല്ലോ. കൈഫ യുൻകിറു ഹാദാ ഫി ഹഖ്ഖിൽ ആദമി, മനുഷ്യന്റെ വിഷയത്തിൽ എങ്ങനെ നിഷേധിക്കാൻ പറ്റുക? തഗ്യീറു ഖുലുഖിൽ ബഹീമത്തി മുംകിനുൻ, ഈ നാൽക്കാലി മൃഗങ്ങളുടെ സ്വഭാവം പോലും മാറ്റുക എന്നത് സാധ്യമാണ്. ഇത് യുംഖലുൽ ബാസി മിനൽ ഇസ്തിഹാസി ഇലൽ ഉൻസി, പ്രാപ്പിടിയനെ വരെ പിടിച്ചിട്ട് വളർത്തിയിട്ട് അതിനെ വേട്ടയാടാൻ ഉപയോഗിക്കുന്നില്ലേ ചില പക്ഷികളെ? പ്രാപ്പിടിയം പോലെയുള്ള പക്ഷികളെ പിടിച്ചിട്ട് വലിയ വിലയൊക്കെ കൊടുത്ത് വാങ്ങുന്നത് കാണാം. അതിന്റെ സ്വഭാവം ഇസ്തിഹാഷാണ്. കാട്ടുമൃഗമായിട്ട് ജീവിക്കുന്ന ജീവിയെ പിടിച്ചിട്ട് ഇലൽ ഉൻസി, അതിനെ നേരം പോക്കിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നില്ലേ? വൽ കൽബി, നായ എന്ന ജീവിയെ മിൻ ശറഹിൽ അക്ലി, അതിന് ഭയങ്കര ആർത്തിയുള്ള ജീവിയാണ് തിന്നാൻ. അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇലത്ത അദ്ദുബി, പരിശീലിപ്പിച്ചിട്ട് വല്ലിംസാക്കി വത്തഖ്ലിയ, അത് പിടിച്ചു കൊണ്ടുവന്നാൽ തിന്നൂല, യജമാനന് കൊടുക്കും. തഖ്ലിയത്തി, അത് മാറ്റിവെക്കും യജമാനൻ. വൽ ഫറസി, അതുപോലെ കുതിര, ഭയങ്കര മിനൽ ജിമാർ, ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന ഒരു ജീവിയാണ് കുതിര.
അതിനെ ഇലസ്സലാസത്തി വല്ലിൻഖിയാദി പൂർണ്ണമായി അനുസരിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി ഓടാൻ പറയുമ്പോൾ ഓടുക, ചാടാൻ പറയുമ്പോൾ ചാടുക, ഇങ്ങനെ രണ്ടു കാലിൽ നിൽക്കാൻ പറയുമ്പോൾ നിൽക്കുക, സ്പീഡിൽ ഓടാൻ പറയുമ്പോൾ സ്പീഡിൽ, നടക്കാൻ പറയുമ്പോൾ നടക്കുക, ഇങ്ങനെ കൊണ്ട് നടക്കുന്നില്ലേ? കുല്ലു ദാലിക തഗ്യീറുൽ ലിൽ അഖ്ല. ഇതൊക്കെ സ്വഭാവത്തിലെ മാറ്റം വരുത്തലാണ്. ഇതൊക്കെയാണ് സ്വഭാവത്തിലെ മാറ്റം വരുത്തൽ. സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ പറ്റും എന്നതാണ് സത്യം. വൽ ഖൗലുൽ കാശിഫു ലിൽ ഗിതാഇ അൻ ദാലിക. ഇതിന്റെ ഈ മൂടുപടങ്ങളൊക്കെ മാറ്റാനുള്ള വിശദീകരണം എന്താണെന്നറിയോ? അന്നഖൂല, നമ്മൾ ഇങ്ങനെ വിശദീകരിക്കണം. അൽ മൗജൂദാത്തു മുൻഖസിമത്തുൻ. ഈ വുജൂദ് ഉള്ള വസ്തുക്കൾ, ഈ എക്സിസ്റ്റിംഗ്, മുൻഖസിമത്തുൻ ഇലാ മാലാ മദ്ഖല ലിൽ ആദമി, മനുഷ്യന് ചാൻസ് ഉള്ളതുകൊണ്ട്, വഖ്തിയാറുഹു ഫി അസ്ലിഹി വ തഫ്സീലിഹി, അതിന്റെ യാഥാർത്ഥ്യം അത് വിശദീകരിക്കുന്നതിൽ കസ്സമാഇ വൽ കവാക്കിബി, ആകാശം പോലെ നക്ഷത്രം പോലെ, അതിൽ മനുഷ്യൻ എന്തില്ല, യാതൊരു ചാൻസും ഇല്ല. ബൽ അഅ്ളാഉൽ ബദനി ദാഖിലൻ വ ഖാരിജൻ, ചില അവയവങ്ങൾ, ഇപ്പൊ കൈ, കാല്, ഇതൊന്നും ആക്കാൻ കഴിയില്ല. കൈ വേറൊരു അവയവാക്കാനൊന്നും പറ്റില്ല. സായിർ അജ്സാഇൽ ഹയവാനാത്ത്, മറ്റു ജീവികളുടെ മറ്റു പാർട്ടുകൾ മനുഷ്യനൊന്നും ചെയ്യും. അബിൽ ജുംലത്തി, മൊത്തത്തിൽ കുല്ലുമാഹുവ ഹാസിലുൻ കാമിലുൻ, പൂർണ്ണമായിട്ട് നേരത്തെ തന്നെ ഉണ്ടായ ഒരു സംഗതി, വഖഅൽ ഫറാഹു മിൻ വുജൂദിഹി വ കമാലിഹി, അതിന്റെ വുജൂദോടുകൂടെ, അതിന്റെ ആ കമാലോടുകൂടെ എന്ത് ചെയ്തു, അത് കഴിഞ്ഞു. ഇനി അതിൽ ഇടപെടാൻ ചാൻസ് ഇല്ല. ഇനി മുൻഖസിമത്തുൻ ഇലാമാ ലാ മദ്ഖല ലിൽ ആദമി, പിന്നെ വ ഇലാമാ വുജിദ വുജൂദൻ നാഖിസൻ, ചിലത് എന്തുണ്ട്, നാഖിസായിട്ട് വുജൂദ് ഉള്ളതുണ്ട്, ഉണ്ടാവുമ്പോ നാഖിസായിട്ടുണ്ടായ സംഗതി. ജുഇല ഫീഹി ഖുവ്വത്തൻ ലിഖബൂലിൽ കമാലി, അതിന് കമാലിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഖുവ്വത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ബഅദ വുജിദ ഷർത്തുഹു, അതിൻ്റെതായ ഡിമാൻഡുകൾ, ഷർത്തുകളോടുകൂടെ, ഷർത്തുകൾക്ക് ശേഷം. ഷർത്തുഹു, അതിന്റെ ഷർത്ത് എന്താണ്? ഖദ് യർതബിതു ബിഖ്തിയാരിൽ അബ്ദി, മനുഷ്യന്റെ ഇഖ്തിയാറിനോട് കണക്ട് ചെയ്യുന്നതാണ്. മനുഷ്യൻ സ്വയം ചെയ്യണത് അങ്ങനെയുള്ളതാണ്. അതായത് രണ്ട് കാര്യങ്ങളുണ്ട്. ചിലത് ഉണ്ടാകുമ്പോ തന്നെ പൂർണ്ണത ഉള്ളത്, മറ്റൊന്ന് പൂർണ്ണതക്ക് സാധ്യതയോടുകൂടെ ഉണ്ടായത്. ഈ പൂർണ്ണതയ്ക്ക് സാധ്യതയിൽപ്പെട്ടതാണ് സ്വഭാവം എന്ന് വിശദീകരിക്കാൻ പോവുകയാണ് സാലിമ. ഫൈനൻ നവാത്ത ലൈസത്തി ബി തുഫാഹിൻ, ഒരു ധാന്യം, അത് സത്യത്തില് ആപ്പിളല്ല, പല നഖ്ലിൻ, ഈത്തപ്പനയല്ല, ഇല്ല അന്നഹ ഖുലിഖത്ത് ഖിൽഖത്തൻ യുംകിനു അൻ തുസീറ നഖ്ലത്ത്, അതിനെ പടക്കപ്പെട്ടു, അത് ഈത്തപ്പനയാകാം. ഇപ്പതൊരു കുരുവാണ്. ഇദല്ലാഫത്തർബിയത്തു ഇലൈഹ, അതിന്റെ ചില പരിചരണങ്ങൾ അതിനെത്തിപ്പെട്ടാൽ അത് ഈത്തപ്പനയാകാം. വലാ തുസീറു തുഫാഹൻ അസ്ലൻ വലാ ബിത്തർബിയത്തി, ചിലപ്പോ തീരെ തുഫാഹ ആകാതിരിക്കുകയും ചെയ്യാം. ഒരാൾ പരിശീലിച്ചാൽ പോലും ചിലപ്പോൾ ആകാതിരിക്കുകയും ചെയ്യാം. വൈദാ സ്വാറത്തിൻ നവാത്തു മുതഅസ്സിറത്തൻ ബിൽ ഇഖ്തിയാരി, ഒരാള് അങ്ങനെ ഒരു മെനക്കെട്ടിട്ട് ആ നവാത്തില് ഒരു ഫലം ഉണ്ടാകുന്നതാണെങ്കിൽ ഹത്താ തുഖ്ബല ബഅദുൽ അഹ്വാലി ദൂന ബഅദിൻ, ചില സമയങ്ങളിൽ അത് സ്വീകരിക്കപ്പെടും. അതിൻ്റെതായ പരിശീലനം, ചിലപ്പം പരിചരിച്ചാൽ അത് സ്വീകരിക്കപ്പെടും. ചില ധാന്യങ്ങളിൽ നമ്മൾ അതിന് വെള്ളം ഇതൊക്കെ ഒഴിച്ചു കൊടുത്താൽ അത് ചെടിയാകും. ചിലത് മുളക്കൂല, ദൂന ബഅദിൻ, ചിലത് ഉണ്ടാകൂല. ഫകദാലിക്കൽ ഗളബു വശഹ്വതു, ഇതുപോലെ തന്നെയാണ് ഈ ദേഷ്യവും വികാരവും ഒക്കെ. ലൗ അറദ്നാ ഖംഅഹുമ, അത് രണ്ടിനെയും എടുത്തു കളയാൻ നമ്മൾ തീരുമാനിച്ചാൽ, ഖഹ്റഹുമാ ബിൽ കുല്ലിയത്തി, പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചാൽ, ഹത്താ ലാ യബ്ഖാ ലഹുമാ അഥറുൻ, അങ്ങനെ ഒരു അഥറും, അതിന്റെ ഒരു അടയാളവും ബാക്കി വെക്കാതെ ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ, ലം നഖ്ദുർ അലൈഹി അസ്ലൻ, ചിലപ്പോ നമുക്ക് തീരെ അങ്ങനെ സാധിച്ചില്ലെന്ന് വന്നേക്കാം. അസ്ലൻ, തീരെ. വലൗ അറദ്നാ സിലാസത്തഹുമാ,
അത് രണ്ടൊന്ന് കീഴടക്കണം. കവദഹുമ ബി റിയാദത്തി, പരിശീലിച്ചിട്ട് അതൊന്ന് അനുസരിപ്പിച്ചെടുക്കണം. വൽ മുജാഹദത്തി, അതിന് അധ്വാനിച്ചിട്ട് ശരിയാക്കി എടുക്കണം. നമ്മുടെ എഫേർട്ട് കൊണ്ട് അത് മാറ്റിയെടുക്കണം. ഖദർന അലൈഹി, നമുക്കതിന് സാധിക്കും. അപ്പോ ഈ സാധിക്കുന്ന ഉള്ളത് ടൈപ്പും ഉണ്ട്, അല്ലാത്തതുണ്ട്. അത് ഉമിർന ബിദാലിക്ക, നമുക്ക് അങ്ങനെ നിർദ്ദേശമുണ്ട്. അപ്പൊ പരിശീലനത്തിലൂടെ നമ്മുടെ ദേഷ്യത്തെയും വികാരത്തെയും ഒക്കെ കീഴ്പ്പെടുത്തിയെടുക്കുക. സാറദാലിക്ക സബബു നജാത്തിന, സാറദാലിക്ക സബബ നജാത്തിന വൗസൂലിന ഇലല്ലാഹി തആല, അത് നമ്മുടെ രക്ഷയുടെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ്. ഞാൻ എന്നാലും അൽ ജിബില്ലാത്തു മുഖ്തലിഫത്തുൻ ബഅ്ദുഹാ സരീഅത്തുൽ ഖബൂൽ, പ്രകൃതങ്ങൾ വ്യത്യസ്തമുണ്ട്. ബഅ്ദുഹാ സരീഅത്തുൽ ഖബൂലി, ചിലത് പെട്ടെന്ന് മാറ്റം വരും, ചില മനുഷ്യന്മാർക്ക് വേഗം മാറ്റം വരും. ബഅ്ദുഹാ ബത്വീഅത്തുൽ ഖബൂൽ, ചിലതിൽ പെട്ടെന്ന് മാറ്റം വരില്ല, സാവകാശം മാറ്റം വരും. ലിഖ്തിലിഫിഹാ സബബാനി, അത് മാറാൻ രണ്ട് കാരണം, ആ വ്യത്യാസപ്പെടാൻ രണ്ട് കാരണമാണ്. ഒന്ന് ഖുവത്തുൽ ഗരീസത്തി ഫി അസ്ലിൽ ജിബില്ലത്തി, പ്രകൃതത്തിന്റെ ബേസിൽ തന്നെ ഉള്ള ഒരു ഖുവത്തുണ്ട്. അംതിദാദു മുദ്ദത്തുൽ വുജൂദി, അത് ഇങ്ങ് വുജൂദിലേക്ക് വരാൻ, ഉണ്ടായി തീരാൻ എടുക്കുന്ന സമയം. ഫൈന ഖുവത്ത ശഹ്വത്തി വൽ ഗളബി വത്തകബ്ബുരി മൗജൂദത്തും ഫിൽ ഇൻസാൻ, ഈ ശഹ്വത്ത്, വികാരം, വൽ ഗളബ് ദേഷ്യം, തകബ്ബുർ അഹങ്കാര പ്രകടനം, ഇത്തരം സംഗതികളിലുള്ള ആ ഒരു ശേഷി മൗജൂദത്തും ഫിൽ ഇൻസാൻ, മനുഷ്യനിലുള്ളതാണ്. വലാകിന്ന അസ്അബഹ അംറൻ വഅഅ്സാഹ അല തഗ്യീർ, അതിൽ പ്രയാസമുള്ളത്, മാറ്റം വരുത്താൻ വളരെ പ്രയാസമുള്ളത് ഖുവത്തു ശഹ്വത്തി, ശഹ്വത്താണ്. ഫൈനഹ അഖ്ദമു വുജൂദൻ, ആദ്യം ഉണ്ടാകുന്നത് ശഹ്വത്താണ്. ഇത് സ്വബിയു ഫി മബ്ദഇൽ ഫിത്രത്തി, ഒരു കുട്ടിയുടെ പ്രകൃതത്തിന്റെ തുടക്കത്തിൽ തുഖ്ലഖു ശഹ്വത്ത, ആ കുട്ടിക്ക് ശഹ്വത്തിനെ സൃഷ്ടിക്കപ്പെടും. തുമ്മ ബഅദ സബഇ സിനീന റുബ്ബമാ യുഖ്ലഖു ലഹുൽ ഗളബു, ഒരു 7 വയസ്സിന് ശേഷം പിന്നെ പതുക്കെ വല്ലപ്പോഴായിട്ട് ദേഷ്യം അവന് ഉണ്ടായിത്തീരും. ബഅദ ദാലിക യുഖ്ലഖു ലഹു ഖുവത്തു തമീസ്, അതിനുശേഷം തമീസിന്റെ ഓല ഉണ്ടാകും. ഇങ്ങനെയാണ് ഉണ്ടായിത്തീരുന്നത്. ആദ്യ ശഹ്വത്ത്, പിന്നെ ഗളബ്, പിന്നെ തമീസ്. വസ്സബബു സാനി, രണ്ടാമത്തത് അന്നൽ ഖുലുഖ ഖദ് യതഅക്കദു ബികസ്റത്തിൽ അമലി, ഈ സ്വഭാവം ധാരാളം പ്രവർത്തിക്കുമ്പോ ശക്തിപ്പെടും. വിമുഖ്തല്ലാഹു, ആ സാഹചര്യം അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ശക്തിപ്പെടും. ത്വാഅത്തിലു, അതിന് വിധേയപ്പെടുമ്പോൾ അത് ശക്തിപ്പെടും. ഒരു സ്വഭാവത്തെ അങ്ങനെ തന്നെ ഇട്ടേച്ചാൽ അതിങ്ങനെ ശക്തിപ്പെടും. അയാൾക്ക് ഇപ്പൊ കാണാൻ പറ്റാത്ത സമയമാണ്, അയാളോട് ഇപ്പൊ ദേഷ്യപ്പെടുന്ന സമയമാണ്, അതിങ്ങനെ കുറെ അങ്ങനെ വർദ്ധിച്ച് വന്നിട്ട് അതിങ്ങനെ പിന്നെയും അതിനനുസരിച്ചു കൊടുക്കുമ്പോ അത് കൂടി വരും. ഹസനൻ മർലിയൻ, അതൊരു ഭയങ്കര നല്ല കാര്യമാണ്, അതൊരു തൃപ്തികരമാണ് എന്നും കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെയാവും. പണ്ടാസു ഫീഹി അല അർബഇ മറാത്തി, ഇൻഷാ അല്ലാഹ് ഇനി ഇത് നമുക്ക് വിശദീകരിക്കാനുള്ളത്, ജനങ്ങൾ ഈ വിഷയത്തിൽ 4 മർത്തബയിലാണ്. ജനങ്ങൾ ഈ വിഷയത്തിൽ 4 മർത്തബയിലാണ്. അൽ ഊല വഹുവ അൽ ഇൻസാനുൽ ഗഫ്ലു അല്ലദി ലാ യുമയ്യിസു ബൈനൽ ഹഖ്ഖി വൽ ബാത്തിലി വൽ ജമീലി വൽ ഖബീഹി. ഒന്ന് അശ്രദ്ധനായ മനുഷ്യൻ, അയാള് ഹഖ് ഏതാണ് ബാത്തുൽ ഏതാണെന്ന് വേർതിരിച്ചിട്ടില്ല. അൽ ജമീലി വൽ ഖബീഹി, ഏതാണ് മോശം ഏതാണ് നല്ലതെന്ന് വേർതിരിച്ചിട്ടില്ല. സ്വഭാവം ഏതാണ് നല്ലത്, അതായത് ദേഷ്യപ്പെടുന്നത് നല്ലതാണോ അല്ലേ എന്നത് അയാൾ വേർതിരിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ. ബൽ ബഖിയ കമാ ഫുതുറ അലൈഹി, അയാൾ എങ്ങനെയാണോ പടക്കപ്പെട്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഖാലിയൻ അൻ ജമീൽ ഇത്തിഖാദാത്ത്, എല്ലാ ഇത്തിഖാദാത്ത്, എല്ലാ ഇത്തിഖാദിൽ നിന്നും അയാൾക്ക് പ്രത്യേകിച്ച് കാഴ്ചപ്പാടൊന്നുമില്ല. ഫലം തസ്തതിമ്മ ശഹ്വതുഹു അയ്ളൻ ബിത്തിബാഇൽ ലദ്ദാത്ത്, അയാളുടെ
ആ ടേസ്റ്റുകൾക്കനുസരിച്ചിട്ട് എന്ത് ചെയ്തിട്ടില്ല, വൈകാരികതയെ അങ്ങനെ തന്നെ വിട്ടിട്ടില്ല. ഫഹാദ സരീഉൽ ഖബൂൽ, ഇയാള് പെട്ടെന്ന് സ്വീകരിക്കാൻ സാധ്യതയുള്ള ആളാണ്. ഇലാജ് ജിദ്ദൻ, ആ ചികിത്സ പെട്ടെന്ന് ഫലപ്പെടാൻ സാധ്യതയുള്ള ആളാണ്. ഫല യഹ്താജു ഇലാ മുഅല്ലിമിൻ വ മുർഷിദിൻ, ഒരു അധ്യാപകനോ ഒരു പരിശീലകനോ ഒരു മാർഗനിർദ്ദേശകനോ ആവശ്യം വരാതെ തന്നെ ഇല ബാഇസിൻ മിൻ നഫ്സിഹി യഹ്മിലുഹു അലൽ മുജാഹദത്തി, ഒരു വലിയ എഫേർട്ടിന് അധ്വാനത്തിന് പ്രേരിപ്പിക്കുന്ന മറ്റു കാര്യങ്ങൾ ഇല്ലാതെ തന്നെ ഇയാൾ മാറും. ഫയഹ്സുനു ഖുലുഖുഹു ഫി അഖ്റസബാൻ, പെട്ടെന്ന് തന്നെ അധികം കാലം ഇല്ലാതെ ഇയാൾക്ക് മാറ്റം വരും. അപ്പൊ ഒരു ടൈപ്പ് അങ്ങനത്തെ. വസാനിയത്തു യകൂന ഖദ് അറഫ ഖുബഹൽ ഖബീഹ്, രണ്ടാമത്തത് മോശമായ കാര്യങ്ങൾ മോശമാണെന്ന് അയാൾക്ക് അറിയാം. വലാകിന്നഹു ലം യതഅബ്ബദിൽ അമലു സ്വാലിഹ്, അയാൾക്ക് ഈ നല്ല കാര്യങ്ങൾ ശീലയിൽ. ബൽ സുയ്യിന ലഹു സൂഉ അമലിഹി, അയാളുടെ മോശമായ ചില പ്രവർത്തനങ്ങൾ അത് വലിയ കാര്യമാണ്. എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരും, എന്റെ ദേഷ്യത്തിന്റെ സമയമാണെന്ന് അയാൾ തന്നെ പറയാം. അങ്ങനെ അയാളുടെ ആ സ്വഭാവത്തെ അയാൾക്ക് തന്നെ ഇങ്ങനെ തോന്നുന്നതിന്റെ ഒരു ഗുണം ഇതാണ്. ഇത് എനിക്കിപ്പോ ദേഷ്യത്തിന്റെ സമയമാണെന്ന് സ്വന്തം പറയാം, അതൊരു വഷളത്തരാണ്. അത് എനിക്കൊരു ദേഷ്യത്തിന്റെ സമയമാണിപ്പോ. ബൽ സുയ്യിന ലഹു സൂഉ അമലിഹി ഫതഅതാഹു ഇൻഖിയാദൻ ലിശഹവതിഹി, അയാൾ പതിവാക്കാണ് എന്ത്, അയാളുടെ ശഹവത്തിന് അയാൾ കീഴ്പ്പെടുകയാണ്. അയാളുടെ ശരിയായ അഭിപ്രായത്തെ അയാൾ അവഗണിക്കുകയാണ്. ലിസ്തീലാഇ ശഹവത്തി അലൈഹി, അയാളുടെ വൈകാരികത അയാളുടെ മേൽ ആധിപത്യം നേടി. വലാകിൻ ഇൽമു തഖ്സീരിഹി ഫി അമലിഹി അലിമ തഖ്സീറഹു ഫി അമലിഹി, അയാളുടെ ആ അമലിലെ വീഴ്ചയെ അയാൾ മനസ്സിലാക്കി. ഫഅംറുഹു അസ്അബു മിനൽ അവ്വലി, ഇയാളുടെ കാര്യം ഒന്നാമത്തതിനേക്കാൾ കുറച്ചു പ്രയാസ. ഇത് ഖദ് തളഅഫത്ത് വളീഫത്തു അലൈഹി, ചിലപ്പോ ഈ പതിവിങ്ങനെ കൂടി വരും. ഇത് അലൈഹി ഖൽഉ മാ റുസിഖ ഫീ നഫ്സിഹി അവ്വലൻ, ഇത് അലൈഹി ഖൽഉ മാ റുസിഖ ഫീ നഫ്സിഹി അവ്വലൻ, അയാളുടെ മനസ്സിൽ ഈ ആദ്യം തന്നെ ഈ ഉറച്ച ഈ സംഗതി അയാൾ പറിച്ചു കളയൽ അയാൾക്ക് നിർബന്ധമാണ്. മിൻ കസ്റത്തിൽ ഇഅ്തിയാദിൽ ഫസാദി, ഈ ഫസാദിന് അയാൾ അവസരം കൂടുതൽ കൊടുത്തു, പതിവാക്കി. അതുകൊണ്ട് അത് മാറ്റണം. വൽ ആഖറു അൻ യഗ്രിസ ഫീ നഫ്സിഹി സിഫത്തൽ ഇഅ്തിയാദി ലിസ്സലാഹി, അയാൾ എന്ത് ചെയ്യണം, നന്മക്ക് പതിവാക്കുന്ന ഒരു സിഫത്തിനെ അയാൾ ഇനി നട്ടു വളർത്തണം. ഒന്ന് മറ്റത് പറിച്ചു കളയണം. രണ്ടാമത്തത് യഗ്രിസ, അയാൾ നട്ടു വളർത്തണം ഫീ നഫ്സിഹി, അയാളുടെ മനസ്സിൽ സിഫത്തൽ ഇഅ്തിയാദി ലിസ്സലാഹി, നന്മകൾക്ക് പതിവ് ഉള്ള ഒരു സിഫത്ത് വളർത്തിയെടുക്കണം. വലാകിന്നഹു ബിൽ ജുംലത്തി മഹല്ലു വലാകിന്നഹു ബിൽ ജുംലത്തി, എങ്കിലും ഈ മനുഷ്യൻ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മഹല്ലുൻ ഖാബിലുൻ ലിറിയാദത്തി, ഒരു പരിശീലനത്തിന് സാധ്യതയുള്ള ആളാണ്. ഇനിന്തഹലഹ, അയാൾ അതിന് സന്നദ്ധനായ, ബിജിദ്ദിൻ വ തശ്മീരിൻ വ ഹസ്മിൻ, ഒരു കഠിനാധ്വാനം ചെയ്ത് പരിശ്രമിക്കാൻ അയാൾ റെഡിയാണെങ്കിൽ അയാൾക്ക് മാറ്റം വരാൻ പറ്റും. വസാലിസത്തു, മൂന്നാമത്തെ ടൈപ്പ് ഫിൽ അഖ്ലാഖിൽ ഖബീഹത്തി, മോശമായ സ്വഭാവത്തെ കുറിച്ച് അയാൾ വിശ്വസിക്കുന്നു. അന്നഹൽ വാജിബത്തുൽ മുസ്തഹനത്തു, അതൊരു അനിവാര്യമാണ്. ദേഷ്യം പിടിക്കൽ, അതുപോലെ ഇത്തരം വൈകാരികത അതൊരു അനിവാര്യതയാണ്, നല്ല കാര്യമാണ് എന്ന് അയാൾ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. അന്നഹ ഹഖുൻ, അത് നിർബന്ധമാണ്. ജമീലുൻ, ഭയങ്കര നന്മയാണ്. തറബ്ബ അലൈഹ, എന്നിട്ട് അതിലെ അയാൾ അതിനിങ്ങനെ വളം കൊടുത്ത് വളർത്തുകയാണ്. ഫാദാ യകാദു തംതനിഉ മുആലജതുഹു വൽ, ഇത് ചികിത്സ മുടങ്ങാൻ സാധ്യത ഉള്ളതാണ്. വലാ യുർജ സ്വലാഹുഹു ഇല്ല അലൻ നുദൂർ, വളരെ അപൂർവമായിട്ട് ഇത്തരം ആൾക്കാർ ഇങ്ങ് മാറി വരും. വദാലിക ലിതളാഉഫി അസ്ബാബിൽ വലാലി, പിഴച്ചു പോകാനുള്ള സാധ്യത കൂടിപ്പോയി ഇയാളിൽ. അപ്പൊ ഇയാൾ മാറാൻ പറ്റില്ല. വറാബിഅതു അൻ യകൂന മൻ നശ്ഉഹു അലൽ റഈൽ ഫാസിദി വതർബിയതിഹി അലൽ അമലി ബിഹി, ഒരാൾ വളരുന്നത് തന്നെ മോശമായ അഭിപ്രായത്തിലൂടെയും
അത് പരിശീലിച്ചിട്ടുമാണ്, അത് ചെയ്ത് പരിശീലിച്ചിട്ടുമാണ് അയാൾ വളരുന്നത്. യറൽ ഫളീലത്ത ഫീ കസ്റത്തി ശർരി, ഈ ഷർറ് വർദ്ധിക്കുന്നതിന് ഭയങ്കര മഹത്വം ഉണ്ട് എന്ന് അയാൾ കരുതുകയാണ്. വസ്തുഹിലാക്കൻ നുഫൂസി, ഇങ്ങനെ അതിലിങ്ങനെ നശിച്ചു പോകുന്നതിനെ കുറിച്ച് അയാൾ അതൊരു വലിയ സംഗതിയായിട്ടാണ് കാണുന്നത്. അപ്പൊ യുബാഹിബി, അതിലയാൾ അഭിമാനം കൊള്ളുക. എനിക്ക് ദേഷ്യം ഉണ്ടാകുക, എനിക്ക് ഇതുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ ഇങ്ങനെ അഭിമാനം കൊള്ളുക. വയളുന്നു അന്നദാലിക യർഫഉ ഖദ്റഹു, അയാൾ വിചാരിക്കുന്നത് ഞാൻ ഈ ദേഷ്യമുള്ള ആളാകൽ ഭയങ്കര എന്റെ ഖദർ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നും കൂടിയാണ് അയാൾ കരുതുന്നത്. വഹാദാ ഹുവ അസ്ഹബുൽ മറാത്തിബ്, ഇത് എന്താണ് വളരെ പ്രയാസമുള്ള കാര്യമാണ്. വഫീ മിസ്ലിഹി ഖീല, ഇതിനെ ഇങ്ങനത്തെ സംഗതികളെ കുറിച്ചാണ് പറയപ്പെട്ടത്. വമിനൽ അനാഇ റിയാദത്തുൽ ഹറം, വളരെ അപൂർവമാണ് ഈ വാർദ്ധക്യം എന്ത് ചെയ്യുക, പരിശീലിപ്പിച്ചെടുക്കുക എന്നുള്ളത്. അതങ്ങനെ കഴിയില്ല. വമിന തഅദീബി തഹദീബു ദൈബ്, ചെന്നായെ മാറ്റാൻ പറ്റില്ല. ചെറുപ്പകാലങ്ങളിലെ കാലങ്ങളിലെ ഉള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നൊക്കെ പറഞ്ഞ ഇതിൽ നിന്നുണ്ടായതാണ്. വൽ അവ്വലു മിൻ ഹൗലാഇ ജാഹിലുൻ ഫഖത്ത്, ഒന്ന് ഈ കൂട്ടര് എന്താണ്, വിവരമില്ലാത്തവൻ. വസാനി ജാഹിലും വല്ലാലും, ഒന്ന് എന്താണ്, വിവരമില്ലാത്തവനാണ്. രണ്ട്, വിവരമില്ല പിഴച്ചവനുമാണ്. മൂന്ന്, ജാഹിലും വല്ലാലും ഫാസിഖ്, പിഴച്ചവനുമാണ്, വിവരമില്ലാത്തവനുമാണ്, ഫാസിഖുമാണ്. തറാബി ജാഹിലുൻ വല്ലാലും ഫാസിഖും ശരീറുൻ, വിവരമില്ലാത്തവനുമാണ്, പിഴച്ചവനുമാണ്, ഫാസിഖുമാണ്, ശരീറുൻ, അവൻ ശരീറാണ്. എന്താണ്, ഇനി മാറാൻ സാധ്യതയില്ലാത്ത മോശം അവനിൽ ആഴ്ന്ന് ഇറങ്ങിപ്പോയവരാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയം 6:39. ഇതില് നമ്മളിപ്പോ പറഞ്ഞ ഭാഗങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ സ്വഭാവം മാറ്റാൻ പറ്റൂല എന്ന് ചിലരൊക്കെ അങ്ങ് പറയുന്നത് ഈ ഒരു വിശദീകരണം മനസ്സിലായാൽ മാറ്റം വരുത്താൻ കഴിയുന്നുകൂടി മനസ്സിലാവും. അതായത് ഞാൻ ഏത് കാറ്റഗറിയിലാണ് എന്നുള്ള വിവരം വരുമ്പോ അവിടെ മാറ്റം വരും. സ്വഭാവം മാറ്റാൻ കഴിയുമോ, പ്രകൃതം അങ്ങനെ മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേര്. അയാളുടെ സ്വഭാവം എങ്ങനെയാണ്, അത് ചിലയിടത്തൊക്കെ കാണാം. അപ്പോ ചെറു പരിപാടിയിൽ പോയപ്പോ ഒരാള് ഭയങ്കര, അതായത് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ യുവാക്കളായ ഒരു സെഷനാണ് ഒരു സ്ഥാപനത്തിൽ നടക്കുന്നത്. അപ്പോ അതില് നമ്മളൊരു ഗസ്റ്റ് ആയിട്ട് വിളിക്കപ്പെടുക. അവിടെ സെഷൻ അവതരിപ്പിക്കുമ്പോ ആ സെഷനിൽ വളരെ മോശം മുഖഭാവത്തോടുകൂടെ ഇരിക്കുകയാണ്. വളരെ മോശമായ മുഖഭാവത്തോടുകൂടെ ഇരിക്കുന്നു. ഒരു സഹകരണവും ഇല്ല എന്ന് മാത്രമല്ല, സഹകരിക്കരുത് എന്ന് നിർബന്ധം പിടിച്ചിരിക്കുകയാണ്. അതേസമയം കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാവരും സഹകരിച്ചു, എല്ലാവരും മാറി, എല്ലാവരും നല്ല ഇതൊക്കെ ആയി മാറി. അതിനുശേഷം ഒരു പറയാണ്, പിന്നെ ഇതിന്റെ പ്രധാന നേതാവ് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് സ്ഥാപനത്തിന് വേണ്ടി എപ്പോഴും മെനക്കെടുന്ന ആള്, അയാൾ ഇങ്ങനെ ഒരു പരിപാടി വേണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അതിനൊക്കെ എതിർത്തതാണ്, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞാണ്. ജോലി ചെയ്യുന്ന ആള് പറയാണ് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞാണ്. ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആള് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞാണ്. എന്ന് മാത്രമല്ല കുറെ വളരെ മോശമായ അഭിപ്രായങ്ങൾ, സംസാരങ്ങൾ, കാഴ്ചപ്പാടുകൾ എന്ന് മാത്രമല്ല അതിനെ മഹത്വവൽക്കരിക്കുകയും കൂടി ചെയ്യാം. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ മാറി. പിന്നെ അവര് പറഞ്ഞു ഇത് ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലായി. അപ്പോ അവിടെയുള്ള വലിയ പ്രശ്നങ്ങൾ എന്താണ്? ഒന്ന്, അവര് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് സുപ്പീരിയർ ആയിട്ടുള്ള അനുസരിക്കപ്പെടാൻ അർഹതയുള്ള ബാധ്യതയുള്ള ആളെ അനുസരിക്കാതിരിക്കുന്നു. രണ്ട്, ആ അനുസരിക്കാതിരിക്കുന്നതിനെ അതിനെ മഹത്വമായി പറയുന്നു. അവർ കരുതുന്നത് ചില ഭൗതിക വിദ്യാഭ്യാസങ്ങളിൽ ചില പേരുകൾ ഉള്ളത് കൊണ്ട് അതൊരു മഹത്വമാണ് എന്ന് കരുതിയിട്ടാണ് സത്യത്തിൽ അവരത് ചെയ്യുന്നത്. അതൊരു വലിയ അബദ്ധമായിരുന്നു.
അത് പിന്നീട് അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഏതായാലും അവരും ആ സെഷനിൽ അവരും മാറി. അപ്പൊ ഇതിങ്ങനെ കാണും. അതിന്റെ പേരിൽ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന പരുക്ക്, അല്ലെങ്കിൽ ഒരു സംവിധാനത്തിൽ ഉണ്ടാകുന്ന പരുക്ക്, അല്ലെങ്കിൽ ഒരു നാടിനുണ്ടാകുന്ന പരുക്ക് വളരെ വലുതാണല്ലോ. അപ്പൊ അവർ പറഞ്ഞൊരു വിഷയമായിരുന്നു, ഇത് മാറ്റാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു മാറ്റാൻ കഴിയില്ലെന്ന്. ഇതുപോലെ കുറെ വാദഗതി ഉന്നയിച്ചു. ആ വാദഗതി സലിമാം ആദ്യം അങ്ങനെ തന്നെ പറഞ്ഞു. സലിമാമിന്റെ വിശദീകരണം വല്ലാത്തൊരു വിശദീകരണമാണ്. അള്ളാഹു നമുക്ക് സ്വഭാവങ്ങളെ നന്നാക്കാനും അതിലൂടെ വലിയ ഒരു നന്മയുടെ വക്താവാകാനും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സെഷന് അള്ളാഹു പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിത ആവശ്യങ്ങളെല്ലാം അള്ളാഹു ഖൈറിലും സന്തോഷത്തിലും നമുക്കാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അള്ളാഹുവെ, ഞങ്ങളെ എല്ലാ അർത്ഥത്തിലും നീ കബൂലാക്കണേ റഹ്മാൻ. എല്ലാ നന്മകളും ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അള്ളാഹ്. ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന അബദ്ധങ്ങൾക്കൊക്കെ മാപ്പ് തരണേ അള്ളാഹ്. നല്ലതിന് തൗഫീഖ് തരണേ റഹ്മാനെ. ഞങ്ങളെയും മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങളെ ഭാര്യ, മക്കള്, ഞങ്ങളെ കൂട്ടുകാർ, ഞങ്ങളെ അഹ്ബാബ്, അസ്ഹാബ്, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, റബ്ബെ, പ്രത്യേകിച്ച് ഹാഫിസോണിന്റെ പേരിൽ വലിയ ഒരു സാമൂഹിക സൃഷ്ടിപ്പ്, വലിയൊരു സാമൂഹിക സേവനം ലക്ഷ്യം വെച്ച് സേവനം ചെയ്യുന്ന ഹാഫിസോണിന്റെ ട്രെയിനേഴ്സും ഇതിന്റെ അസ്ഹാബ് എല്ലാവർക്കും ബർക്കത്ത് വർദ്ധിപ്പിക്കണേ റഹ്മാനെ. നന്മ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. തൗഫീഖ് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഇഖ്ലാസോടെ മാത്രം ധാരാളം പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ആഖിറത്തിൽ ഇതുപോലെ ഒന്നിച്ചൊരുമിക്കാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങൾ മുഖേന ഒരുപാട് ആൾക്കാരിലേക്ക് ഖൈറ് എത്തുന്ന നല്ലൊരു അവസരമാക്കിയതിനെ നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. സ്ഥാപനങ്ങളിലും സമൂഹങ്ങളിലെല്ലാം ഈ സേവനം ധാരാളമായി എത്തിക്കാനുള്ള തൗഫീഖ് നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. എല്ലാം കബൂലാക്കണേ റഹ്മാൻ. സഹായിച്ചവരെയൊക്കെ നീ സഹായിക്കണേ അല്ലാഹ്. ഒരുപാട് ആവശ്യക്കാരുണ്ട്, രോഗമുള്ളവരുണ്ട്, ശിഫയാക്കണേ അല്ലാഹ്. സാമ്പത്തിക ആവശ്യങ്ങളുള്ളവരുണ്ട്, എല്ലാം നീ നിറവേറ്റി തരണേ അല്ലാഹ്. അഭിവൃദ്ധി തരണേ അല്ലാഹ്. ഹലാലായ സന്തോഷം നിറഞ്ഞ ബറക്കത്തുള്ള ഇതിനെ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. പഠിച്ചോനെ, ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സന്തോഷവും നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാൻ. സന്തോഷത്തോടെ മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. ഖബറിൽ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. പരലോകത്ത് സന്തോഷമുള്ളവരുടെ കൂടെ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. إن شاء الله ഇതിന്റെ റെക്കോർഡ് യൂട്യൂബിൽ വരും കേട്ടോ, ഇന്ന് തന്നെ വരും. പിന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മളെ അടുത്ത സെഷൻ ഇടും കേട്ടോ, ബിസിനസ് സെഷൻ ഇടും ഇൻഷാ അല്ലാഹ്.